നമസ്കാരം. ഇന്ന് നമുക്ക് ജംഷഡ്പൂരിലെ കുറച്ച് വിശേഷങ്ങൾ പറയാം. ഈ ജംഷഡ്പൂരിലെ കേരള സമാജം എന്നും ഞങ്ങൾക്കൊരാശ്രയമാണ്. ഞങ്ങൾ മുമ്പ് നടത്തിയ ഭാരതയാത്രകളിലും ജംഷഡ്പൂർ ഒരു താവളമായിരുന്നു. സമാജത്തിൻ്റെ കെട്ടിടത്തിൽ തന്നെ ഞങ്ങളുടെ സംഘത്തിന് താമസിക്കാനുള്ള നല്ല ഉഗ്രൻ സൗകര്യമുണ്ട്. അതിലപ്പുറം ക്യാൻറ്റീനിൽ നല്ല മസാല ദോശയും കുത്തരിച്ചോറും സാമ്പാറും അവിയലൊക്കെ കിട്ടും. സമാജത്തിൻ്റെ എന്നും അതിൻ്റെ സാരഥിയായിട്ടുള്ള മുരളിയേട്ടനും സുനിലുമൊക്കെ ആയിട്ടുള്ള ബന്ധം പണ്ട് മുതലേ എനിക്ക് വളരെ സ്ട്രോങ് ആണ്. ഞാൻ പറയാൻ പോണത് ഇത്തവണത്തെ യാത്രക്കിടയിലും ജംഷഡ്പൂരിൽ 2 ദിവസം ഉണ്ടായിരുന്നു. ആദ്യ ദിവസത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മലയാളിയായിട്ടുള്ള IFS ഓഫീസർ സ്മിത പങ്കജ്, അവർ അടുത്ത ദിവസം ഞങ്ങളെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജാർഖണ്ഡിലെ കാട്. അതോടൊപ്പം അവിടെയുള്ള ആദിവാസി ഊരുകളിലേക്കും ഞങ്ങൾക്ക് പോകാൻ പറ്റി. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഡെൽമ ഫോറസ്റ്റ്, അതാണ് ആ കാടിൻ്റെ പേര്. ആദിവാസികളോടൊപ്പം നൃത്തം ചെയ്തും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞും ഈ IFS ഓഫീസർ സ്മിത പങ്കജ് മാഡം കുറേ നേരം ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആനയുടെ താവളമാണ് ആ പ്രദേശം. പക്ഷേ ആദിവാസികൾ അവർ പറഞ്ഞ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് ആനകൾ ദൈവങ്ങളാണ് എന്നാണ്. അവരത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരൊരിക്കലും ആനകളെ ഉപദ്രവിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്തായാലും ജാർഖണ്ഡിലെ മനോഹരമായ കാഴ്ച, ആ കാട്ടനുഭവം ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ അതുപോലെയുണ്ട്. ഞാൻ പറയാൻ പോണത് അതല്ല. കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങായിരുന്നു. സന്ധ്യ കഴിഞ്ഞിരുന്നു. യാത്രയിൽ വിശാലമായ നെൽപ്പാടം കണ്ടപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കണം തോന്നി. അപ്പോഴാണ് തൊട്ടടുത്തൊരു സ്ഥലത്ത് നിന്ന് കുട്ടികളുടെ കൂട്ടമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നത്. ഒരാൾ ആ രാത്രിയിൽ കുറേ കുട്ടികളെ ഇരുത്തി പാഠം പഠിപ്പിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോയത്. അദ്ദേഹം വെറും ഒരു കർഷകനാണ്. പക്ഷേ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുക്കും. വൈകിട്ട് കുറേ ആദിവാസി കുട്ടികളെ ഒപ്പം ഇരുത്തിയിട്ട് പാഠം പഠിപ്പിക്കും. അറിവിൻ്റെ കാര്യത്തിലൊരു തികഞ്ഞ പണ്ഡിതനാണ് അദ്ദേഹം. ആ അറിവുകൾ എത്രയോ കാലമായിട്ട് തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ പുതുതലമുറയിലേക്ക് ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാഷയും കുട്ടികളും കൂട്ടിയിട്ട് ആ സ്കൂൾ മുറ്റത്ത് ഇത്തിരി മാജിക്കുകളൊക്കെ കാണിച്ചതോട് കൂടിയിട്ട് അവരുമായിട്ട് വല്ലാത്തൊരടുപ്പമായി കുറേ നേരം സംസാരിച്ചു. ആ കർഷക അധ്യാപകൻ്റെ കാഴ്ചപ്പാടുകൾ അപാരമാണ്. ഊരുകളിൽ കഴിഞ്ഞുകൂടുന്ന ആ മക്കളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള പ്രതിജ്ഞയോട് കൂടിയിട്ട് അയാൾ ഒറ്റയ്ക്കിങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചു, ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എന്തേ മറ്റ് ജോലിക്കൊന്നും പോവാത്തത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താണെന്ന് മനസ്സിലായോ? ഞാൻ ഒരു കർഷകനാണ്. ഇന്ത്യ എന്ന രാജ്യം ഒരിക്കലും സാമ്പത്തികമായിട്ട് തകരാത്തത് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയിൽ 60% കർഷകരാണ് എന്നതുകൊണ്ട് മാത്രമാണ്. എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് അതിൽ ഒരാളായി നിൽക്കാനാണ് എനിക്കെന്നും ഇഷ്ടം. ഇതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാഷ പലപ്പോഴും ഒരു തരം ആത്മീയത കലർന്നതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾ പോരാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന ഈ പദ്ധതിയിൽ, ഈ പ്രമേയത്തിൽ ഞങ്ങൾ കർഷകരെ കൂടി ദയവായിട്ട് ഉൾപ്പെടുത്തണം. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: കർഷകർ നിങ്ങളെക്കാൾ താഴെയാണ് എന്നൊരിക്കലും കരുതരുത്. നിങ്ങൾ എയർ കണ്ടീഷൻ്റെ തണുപ്പിലിരുന്ന് കഴിക്കുന്ന ഈ ഭക്ഷണത്തിൻ്റെ ഭൂരിഭാഗവും ഞങ്ങൾ പൊരിവെയിലത്ത് പെരും ചൂടിൽ പണിയെടുത്തുണ്ടാക്കുന്നതാണ് എന്നൊരിക്കലും മറക്കരുത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഭാരതത്തിൻ്റെ റോഡുകളിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യയുടെ കൃഷി വൈവിധ്യങ്ങൾ നമുക്ക് കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ. പുലർച്ചയോടെ തന്നെ പാടത്തേക്ക് ഇറങ്ങുന്ന 100 കണക്കിന് കർഷകരെ നമുക്ക് കാണാം. തലങ്ങും വിലങ്ങും ഓടുന്ന ട്രാക്ടറുകൾ കാണാം. അവരധ്വാനിച്ചുണ്ടാക്കിയ ചോളം കയറ്റിക്കൊണ്ടുവന്ന ലോറികളും ട്രാക്ടറുകളും വിൽപ്പനയ്ക്കായിട്ട് വരിയായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടതിരിക്കുന്നത് കാണാം. കരിമ്പുകൾ കാണാം. വഴിയോരത്ത് നിറയെ അപ്പോൾ പറിച്ചെടുത്ത പച്ചക്കറികൾ തുച്ഛമായ വിലയ്ക്ക് വിൽക്കുന്ന പച്ചക്കറി കടകൾ കാണാം. അതിലും അപ്പുറം ആ ഗ്രാമങ്ങളിൽ കുറേ നേരം അവരോടൊപ്പം കൂട്ടുകൂടി കഴിഞ്ഞാൽ അവരുടെ ജീവിത രീതികളും നന്മ നിറഞ്ഞ മനസ്സും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. കടൽ പോലെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടുകുപാടങ്ങളും ഗോതമ്പ് വിളകളും സൂര്യകാന്തി പൂക്കളും നെൽവയലുകളും കാറ്റിലിങ്ങനെ ആടിയൊലയുന്ന ചോളവയൽ കതിരുകളൊക്കെ കണ്ട് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിനെന്ത് സുഖമാണെന്നോ അതുതന്നെയാണ് ഒരു ഭാരതയാത്രയിൽ നമുക്ക് കിട്ടുന്ന ബാക്കിപത്രം.